ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ ദുപ്പട്ടയിൽ ലേസ് വെച്ച് പിടിപ്പിക്കുക. ഈ ബോർഡറായിട്ട് നമ്മൾ എങ്ങനെയാണ് ലേസ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ദുപ്പട്ടയ്ക്ക് പാകത്തിനുള്ള സൈസിലുള്ള ലേസ് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ബോർഡറിൽ ലേസ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും തുടർന്ന് വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ദുപ്പട്ടയുടെ നല്ല വശവും നമ്മുടെ ലേസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി കുറച്ച് ഒരു 1/4 ഇഞ്ച് വിട്ട്, അതായത് അര ഇഞ്ച് വിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് ഈ ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് പോരും. ഇതിങ്ങനെ മടക്കി വെക്കാൻ മറക്കരുത്. ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ വെച്ച് കുറച്ച് അകലം വിട്ട് 1/2 ഇഞ്ചോളം വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരണം. അതിനുശേഷം 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വീണ്ടും മടക്കി ഇങ്ങനെ, എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരും. അത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പിന്നെ ഇങ്ങനെ കുത്തി വയ്ക്കാം. ഈ മടക്കിൽ പിന്നെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം. മടക്കി അടിച്ചതിന് ശേഷം മറിച്ച് പിടിച്ച് നല്ല വശത്ത് കൂടി അരികിലൂടെ ഒരു വട്ടം കൂടി സ്റ്റിച്ച് ചെയ്ത് പോരും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വിടർത്തി നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ ലേസ് ദുപ്പട്ടയിൽ ഫിക്സ് ആയിട്ടുണ്ട്. വളരെ ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ദുപ്പട്ടയിൽ മാത്രമല്ല, ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ചുരിദാറിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന അടിപൊളി സ്റ്റിച്ചാണിത്. ബോർഡർ ഡിസൈൻ നമുക്ക് നല്ല ഭംഗിയിൽ ലേസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മറിച്ചിടുമ്പോൾ ഈ ഭാഗത്ത് ഒരു നൂല് പോലും പുറത്തേക്ക് നിൽക്കുകയില്ല. അപ്പം നമുക്ക് ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ദുപ്പട്ടയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിൽക്ക് മാതിരിയുള്ള ദുപ്പട്ടയും നമുക്ക് നല്ല ഭംഗിയിൽ ലേസ് വെച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.